നിൽക്കുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നേരിടാൻ തയ്യാറല്ലാതെ അദ്ദേഹം തിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. അദ്ദേഹം തന്നെ ഇടയ്ക്ക് അദ്ദേഹം പറയാൻ വന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ SME സെക്ടറിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ മറ്റു ഈ എന്താണ് ധാതു ഇടനാഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ആവർത്തിച്ച് പറയാം. എനിക്ക് തോന്നുന്നത് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിരുന്നത് എയിംസും ഈ പറയുന്ന അതിവേഗ റെയിൽ കോറിഡോറും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെയും ആ നിരാശ ബാധിച്ചിട്ടുണ്ട്. അത് BJP മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് ഈ ബജറ്റ് പ്രഖ്യാപനം കേൾക്കാനായി BJP ഓഫീസിൽ ഇരുന്ന് അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നുള്ള ഒരു പ്രതീതിയൊക്കെ സൃഷ്ടിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് അദ്ദേഹം പല ന്യായങ്ങളും ഇപ്പോൾ പറഞ്ഞു. സംസ്ഥാനം ഇത് കണ്ടെത്തണം, സംസ്ഥാനം ഭൂമി കണ്ടെത്താത്തത് കൊണ്ടാണ് വലിയ വികസനം പറയുന്നത് സംസ്ഥാനം തന്നെ നടപ്പാക്കേണ്ടതാണ്. അല്ലാത്ത പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് ഇപ്പോൾ പലതും സംസ്ഥാനം നടപ്പാക്കിയിട്ടില്ല. സംസ്ഥാനം നടപ്പാക്കാതിരുന്നതിന് കാരണം എന്താണ്? അതായത് ഇപ്പോൾ വീടുകൾക്ക് പണം അനുവദിച്ചാൽ PM ആവാസ് യോജന പ്രധാനമന്ത്രിയുടെ പണം വെക്കണം, അവിടെ ഈ സംഭാവന കിട്ടിയ വീടാണെന്ന് എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ സംസ്കാരവുമായി യോജിച്ചു പോകുന്ന സംഗതി അല്ലാതെ ആ മട്ടിൽ നടക്കില്ല. അതിനകത്ത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. കാരണം അതായത് നമുക്ക് പിൻപെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആലോചനകളും, അതായത് സാംസ്കാരികമായും അല്ലെങ്കിൽ മാനുഷികമായും ഒക്കെ കേരളം ചിന്തിക്കുന്ന മട്ടിലൊക്കെ ചിന്തിക്കാൻ കുറച്ചുകൂടി കാലം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുമ്പേ പോകുന്നു അതിനെ അങ്ങ് കണക്ക് കൂട്ടിയാൽ ഈ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വേണം നടപ്പാക്കാൻ എന്ന് കേന്ദ്രം യാമ വികസന കോർപ്പറേഷൻ പണ്ട് ദൂരദർശനിലൊരു ഒരു ടെലിഫിലിമാണോ അതോ സീരിയലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 90s പുന്നക്ക വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വന്നിരുന്നു. ഈ കോർപ്പറേഷനുകളെ പരിഹസിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു പരിപാടിയായിരുന്നു. പുന്നക്ക എന്ന് പറയുന്ന ഒരു പാഴ്മരമുണ്ട്. അപ്പോൾ ആ അതിൻ്റെ വികസനത്തിൻ്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തമാശ കഥയാണത്. ആ മട്ടിലാണ് ഈ ആമമുട്ട വികസന കേന്ദ്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ തോന്നുന്നത്. കാരണം അത് തീർച്ചയായും ഈ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതൊക്കെ തന്നെയാണ്. ആ നിലയ്ക്ക് അത് പലതരത്തിൽ ടൂറിസത്തിൻ്റെ ആകർഷണത്തിനുമൊക്കെ ആ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കൊക്കെ ഒരുപക്ഷെ അത് പ്രയോജനം ചെയ്തേക്കാം. അതൊക്കെ ആയിരിക്കുമ്പോഴും കേരളത്തിന് മറ്റൊന്നും പ്രഖ്യാപിക്കാതെ ആകപ്പാടെ ഈ പറയുന്ന ആമമുട്ട ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ആമമുട്ട സംരക്ഷണ കേന്ദ്രമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പ്രതിരോധത്തിലാവുക സംസ്ഥാന BJP കൂടിയാണ്. കാരണം വല്ലാതെ ട്രോൾ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ചില പ്രഖ്യാപനങ്ങളാണ് ആകപ്പാടെ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി കൂടി വന്നു പോയപ്പോൾ അവരൊരു വർദ്ധിത ആവേശത്തിലും അതായത് ഇതിന് തൊട്ടും ഇവർക്ക് നിരാശ തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആവർത്തിച്ച് BJP സംസ്ഥാന പ്രസിഡന്റും VV രാജേഷ് തിരുവനന്തപുരം മേയറും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരും, തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. വന്നപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോൾ ബജറ്റിലേക്ക് എത്തുമ്പോൾ ചില പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു. അതിലും ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. അത് സങ്കടകരമാണ്. തീർച്ചയായും അതിനകത്ത് ഇപ്പോൾ ഉത്തരം പറയാതെ മടങ്ങുകയല്ല വേണ്ടത്. ആ കാര്യത്തിൽ സംസ്ഥാനത്തോടൊപ്പം നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന BJP നേതൃത്വവും ശ്രമിക്കുകയാണ് വേണ്ടത്.